ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. നാം ഏകദേശം 1.5 വർഷത്തോളമായി ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ലാഹുവിൻ്റെ അൽബാഇസ് അലാ ഇൻകാരിൽ ബിദഅഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിലെ ഏകദേശം 52ഓളം പേജുകൾ ഇവിടെ വ്യക്തമായി വായിച്ച് വിവരിച്ചു. അൽഹംദുലില്ലാഹ് ധാരാളം ആളുകൾക്ക് അതുകൊണ്ട് എന്താണ് അനാചാരം, എന്താണ് ആചാരം, എപ്പോഴാണ് ഒരു കാര്യം അനാചാരമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം കണക്കാക്കുന്നത് എന്നതൊക്കെ വിശദമായി ബഹുമാനപ്പെട്ടവർ വിവരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ധാരാളം ആളുകൾ അതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് പേഴ്സണലായി മെസ്സേജുകൾ അയക്കാറുണ്ട്. കൂട്ടത്തിൽ പല ആളുകളും പലപ്പോഴും ചോദിച്ച ഒരു ചോദ്യമാണ്, ആരാണ് ഈ അബൂ ശാമ റഹിമഹുല്ല? ബഹുമാനപ്പെട്ടവരെ ഒന്ന് ഗ്രൂപ്പിൽ പരിചയപ്പെടുത്തണം എന്ന് പലപ്പോഴായി പലരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഈ വോയിസ് അതിനായി ഉപയോഗപ്പെടുത്തുന്നു. ആരാണ് അബൂ ശാമ റഹിമഹുല്ല? അതിനായി നാം ആസ്പദമാക്കുന്നത് ലോകപ്രശസ്ത പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാവും ചരിത്ര പണ്ഡിതനുമായ ഇബ്നു കസീർ റഹിമഹുല്ലാഹുവിൻ്റെ അൽ ബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിൻ്റെ എൻ്റെ കയ്യിലുള്ള കോപ്പിയുടെ 13ാമത്തെ വാള്യം 250ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ല ജനിച്ചത് ഏകദേശം ഹിജറ 700-ലാണ്. ആ 700-ൻ്റെ തൊട്ട് മുമ്പായി, അല്പം മുമ്പായി, ഹിജറ 599-ൽ റബീഉൽ ആഖിർ മാസത്തിൽ ആണ് ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ല ജനിച്ചത്. അബൂ ശാമ റഹിമഹുല്ലാഹുവിനെ കുറിച്ച് ഇബ്നു കസീർ റഹിമഹുല്ല വിവരിക്കുന്നത് കാണുക. ബഹുമാനപ്പെട്ടവരുടെ പേരുകൾ വിവരിച്ചതിന് ശേഷം അൽ മുഹദ്ദിസു അൽ ഫഖീഹു അൽ മുവർജിഖു അൽ മഅറൂഫ് ബി അബീ ശാമ, ഹാഫിളാണ്, മുഹദ്ദിസാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്, ചരിത്രകാരനാണ്. അബൂ ശാമ എന്ന പേരിലാണ് ബഹുമാനപ്പെട്ടവർ അറിയപ്പെട്ടിട്ടുള്ളത്. ഷെയ്ഖു ദാറുൽ ഹദീസിൽ അഷ്റഫിയ, ലോകത്തെ ആദ്യകാല ഇസ്ലാമിക കലാലയങ്ങളിൽ രണ്ടാമത്തെ ഉന്നത കലാലയമായി അറിയപ്പെടുന്ന ദാറുൽ ഹദീസുൽ അഷ്റഫിയ എന്നറിയപ്പെടുന്ന മദ്രസത്തുൽ അഷ്റഫിയയിലെ ഷെയ്ഖായിരുന്നു. മുദരിസുർ റുക്നിയ, അവിടെയുള്ള പ്രധാന മുദരിസുമായിരുന്നു. സ്വാഹിബുൽ മുസന്നഫാത്തിൽ അദീദത്തിൽ മുഫീദ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായിരുന്നു. ലഹുഖ്തിസാറു താരീഖ് ദിമഷ്ക് ഫി മുജല്ലദാത്തിൻ കസീറ, ഈ താരീഖു ദിമഷ്കിനെ ബഹുമാനപ്പെട്ടവർ ചുരുക്കി എഴുതിയിട്ടുണ്ട്. വലഹു ഷർഹു ഷാത്തിബിയ, ഷാത്തിബിയക്ക് ഒരു ഷറഹ് ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. വലഹു അർറദ്ദു ഇലൽ അംരിൽ അവൽ, അർറദ്ദു ഇലൽ അംരിൽ അവൽ എന്ന എല്ലാവരും വിശദമായി മനസ്സിലാക്കേണ്ട പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആദ്യ നൂറ്റാണ്ടിലേക്ക് തന്നെ നാം മടക്കണം എന്ന് വിശദമായി വിവരിക്കുന്ന അർറദ്ദു ഇലൽ അംരിൽ അവൽ എന്ന ഗ്രന്ഥവും, വലഹു ഫിൽ മബ്ഹസി വഫിൽ ഇസ്രാ, മബ്ഹസിനെ കുറിച്ചും ഇസ്രായിനെ കുറിച്ചൊക്കെ വിവരിക്കുന്ന മറ്റൊരു ഗ്രന്ഥവും, കിതാബുർ റൗളത്തൈനി ഫി ദൗലത്തൈനി നൂരിയ വ സലാഹിയ, നൂരിയ ഭരണകൂടത്തെക്കുറിച്ചും സലാഹിയ ഭരണകൂടത്തെക്കുറിച്ചുമുള്ള ഒരു ചരിത്ര ഗ്രന്ഥം റൗളത്തൈനി എന്ന പേരിലുണ്ട്. അസ്സൈലു അലാ ദാലിക, അതിനൊരു അനുബന്ധവും ബഹുമാനപ്പെട്ടവർ രചിച്ചിട്ടുണ്ട്. ഇതല്ലാതെ ദർദും വലതുമായി ധാരാളം ബഹുമാനപ്പെട്ടവർ ഗ്രന്ഥ രചന നടത്തിയിട്ടുണ്ട്. ഫഖ്ർ ഇബ്നു അസാക്കിർ വ ഇബ്നു അബ്ദുസ്സലാം വ സൈഫുൽ ആമിദി, ഇബ്നു ഖുദാമ റഹിമഹുമുല്ല, ഇവരിൽ നിന്നൊക്കെയാണ് ബഹുമാനപ്പെട്ടവർ മതവിജ്ഞാനം നേടിയിട്ടുള്ളത്. അതൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വകാന ലാ ഫുനൂനിൻ കസീറ, ധാരാളം വിജ്ഞാന ശാഖകളിൽ അവഗാഹം നേടിയ മഹാനായിരുന്നു അബൂ ശാമ റഹിമഹുല്ല. അഖ്ബർനി അലമുദ്ദീൻ അൽ ബർസാരി അൽ ഹാഫിദ് അൻ ഷെയ്ഖ് താജുദ്ദീൻ അൽ ഫസാരി, താജുദ്ദീൻ അൽ ഫസാരി എന്ന ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ലാഹുവിൻ്റെയും ഇബ്നു കസീർ റഹിമഹുല്ലാഹുവിൻ്റെയും ഇടക്കാലത്ത് ജീവിച്ച മഹാപണ്ഡിതനിൽ നിന്ന് ഇബ്നു കസീർ റഹിമഹുല്ല എടുത്ത് ഉദ്ധരിക്കുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബലഗ ഷെയ്ഖു ഷിഹാബുദ്ദീൻ അബൂ ശാമ, ഷിഹാബുദ്ദീൻ അബൂ ശാമ റഹിമഹുല്ല എത്തിയിട്ടുണ്ട് റുതുബത്തൽ ഇജ്തിഹാദി, ഇജ്തിഹാദ് ചെയ്യാനുള്ള, മതത്തിൽ ഗവേഷണം നടത്തി വിഷയങ്ങൾ കണ്ടെത്താൻ മാത്രം കഴിവുള്ള ഒരു മുജ്തഹിദായ പണ്ഡിതനുള്ള സർവ്വ യോഗ്യതകളും ഒരുമിച്ച് കൂടിയ മഹാനായിരുന്നു അബൂ ശാമ റഹിമഹുല്ല. വഖദ് കാന യൻളുമു അശ്ആറൻ ഫി ഔഖാത്തിൻ, കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് വലിയ ഷെയറുകൾ, പദ്യങ്ങൾ ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു. അതിൽ നല്ല ആസ്വാദനമുള്ളതുണ്ട്, അല്ലാത്തതുമുണ്ട്. വല്ലാഹു യഗ്ഫിറു ലനാ വലഹു, അവർക്കും നമുക്കും അള്ളാഹു പൊറുത്തു തരട്ടെ എന്ന്
പറഞ്ഞുകൊണ്ട് ഷെയ്ഖുൽ ഫസാരിയുടെ കലാമിനെ അവിടെ അവസാനിപ്പിക്കുന്നു. വബിൽ ജുംലത്തി, മൊത്തത്തിൽ, ഫലം യകുൻ ഫീ വഖ്തിഹി, ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, മിസ്ലഹു ഫീ നഫ്സിഹി വ ദിയാനത്തിഹി വ ഇഫ്ഫത്തിഹി വ അമാനത്തിഹി, ബഹുമാനപ്പെട്ടവരോട് കടപിടിക്കുന്ന മതചിട്ടയുടെ വിഷയത്തിലോ മറ്റ് വിശ്വസ്തതയുടെയും പതിവ്രതയുടെയും വിഷയത്തിലോ പാണ്ഡിത്യത്തിന്റെ വിഷയത്തിലോ സമാനമായ ഒരാളും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. വകാനത്ത് വഫാത്തുഹു ബി സബബി മിഹനത്തിൻ, ബഹുമാനപ്പെട്ടവരെ ചില ആളുകൾ അക്രമമായി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നത് വിവരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ല ആ ചരിത്രം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബൂ ശാമ റഹിമഹുല്ല കേവലം എന്തെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം അവഗാഹം നേടിയ പണ്ഡിതനായിരുന്നില്ല. ചരിത്രവും അതുപോലെ ഉലൂമുൽ ഖുർആനും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും അതിലെല്ലാം ഉപരി പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും ഗവേഷണം ചെയ്യാൻ മാത്രമുള്ള യോഗ്യതയുള്ള ആളായിരുന്നു എന്ന് ഹിജറ 774 വഫാത്തായ ഇബ്നു കസീർ റഹിമഹുല്ല അവിടുത്തെ ലോകപ്രശസ്ത ചരിത്ര ഗ്രന്ഥമായ അൽ ബിദായത്തു വന്നിഹായയിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഷാഫിഈ മദ്ഹബിലെ എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല അവിടുത്തെ പല ഗ്രന്ഥങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. 1-2 ഉദാഹരണത്തിന് വേണ്ടി മാത്രം നമുക്ക് വിവരിക്കാം. മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹുവിൻ്റെ 40 ഹദീസിൻ്റെ ഷറഹിൽ 5-ാമത്തെ ഹദീസിൻ്റെ വിശദീകരണമായിക്കൊണ്ട് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല വിവരിക്കുന്നു. ഖാലൽ ഇമാം അബൂ ശാമ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖുൽ മുസന്നിഫി 40 ഹദീസിൻ്റെ മുസന്നിഫായ ഇമാം നബവി റഹിമഹുല്ലാഹുവിൻ്റെ ഉസ്താദായ, അപ്പോൾ ഇമാം നബവി റഹിമഹുല്ലാഹുവിൻ്റെ ഉസ്താദാണ് അബൂ ശാമ റഹിമഹുല്ല എന്നത് മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹുവിൻ്റെ 40 ഹദീസിൻ്റെ ഷറഹിൽ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു. അതേ ഭാഗത്ത് തന്നെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ അൽബായിസ് അൽ ബിദാഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് വിവരിച്ച ധാരാളം ഭാഗങ്ങൾ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല ഈ 40 ഷറഹിൽ എടുത്ത് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവിൻ്റെ ഫതാവൽ ഹദീസിയയിൽ പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്ന സമയത്ത് അവസാന സൂറത്തുകളുടെ കൂടെ തക്ബീർ ചൊല്ലുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ അബൂ ശാമ റഹിമഹുല്ലാഹുവിന്റെ പേരെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, വമിൻ സമ്മ ജറാ അലൈഹി മിൻ അഇമ്മത്തിനൽ മുതഅഖിരീന അൽ ഇമാമുൽ മുജ്തഹിദു അബൂ ശാമ റഹിമഹുല്ലാ. നമ്മുടെ മുതഅഖിരീങ്ങളായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മുജ്തഹിദായ അബൂ ശാമ റഹിമഹുല്ലാ ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വിവരിച്ചതിന് ശേഷം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല പറയുന്നു, വലഖദ് ബാലഗ താജുൽ ഫസാരി റഹിമഹുല്ല വളരെ അങ്ങേയറ്റം പോയിട്ടുണ്ട് ഫി സനായി അലൈഹി, അബൂ ശാമ റഹിമഹുല്ലാഹുവിനെ പുകഴ്ത്തുന്ന വിഷയത്തിൽ. ഹത്ത കാല, താജുൽ ഫസാരി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, അജിബുത്തു ലഹു, ഈ അബൂ ശാമ റഹിമഹുല്ലാഹുവിൻ്റെ കാര്യത്തിന് എനിക്ക് അത്ഭുതം തോന്നി. കൈഫ ഖല്ലദ ഷാഫിഈ റഹിമഹുല്ല, എങ്ങനെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹുവിനെ തഖ്ലീദ് ചെയ്തു. കാരണം അവർ തന്നെ ഒരു മുജ്തഹിദിൻ്റെ പദവിയിൽ എത്താൻ മാത്രം യോഗ്യതയുള്ള ആളായിരുന്നു. എന്നിട്ടും ഷാഫിഈ ഇമാമിനെ തഖ്ലീദ് ചെയ്തത് അത്ഭുതം തോന്നുന്നു എന്ന് ഫസാരി ഇമാം പറഞ്ഞിട്ടുള്ളതായി ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല ഫതാവൽ ഹദീസിയയിൽ നമുക്ക് വിവരിച്ചു തരുന്നു. മാത്രമല്ല ഇബ്നു കസീർ റഹിമഹുല്ല ബഹുമാനപ്പെട്ടവരെ ചരിത്രം തുടർന്നുകൊണ്ട് വിവരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ശാമ റഹിമഹുല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം മദ്രസത്തുൽ അഷ്റഫിയയിലെ ആ ഒഴിവിലേക്കാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹു മുദരിസായി വന്നിട്ടുള്ളത്. അപ്പോൾ മദ്രസത്തുൽ അഷ്റഫിയയിൽ ഇമാം നബവി റഹിമഹുല്ലാഹുവിൻ്റെ മുൻഗാമിയായ മുദരിസും പണ്ഡിതനുമായിരുന്നു അബൂ ശാമ റഹിമഹുല്ല എന്ന് ഹിജറ 700 ജനിച്ച് 779 വഫാത്തായ ഇബ്നു കസീർ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു. അപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വളരെ ഗൗരവമേറിയ വിഷയങ്ങളെ അതിൻ്റെ ഗൗരവം ചോർന്നു പോകാതെ തന്നെ നമുക്ക് 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിവരിച്ചു തന്ന ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ലാഹു ആരാണ് എന്നും ബഹുമാനപ്പെട്ടവരെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല എന്നും പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം മതിയാകും എന്ന് മനസ്സിലാക്കുന്നു. ഇനിയും വിശദമായി വേണമെങ്കിൽ പിന്നീട് തുടരാം. അതോടൊപ്പം നമ്മുടെ ഈ കാലത്ത് ലഭ്യമായ
എന്താണ് ബിദ്അത്ത്, എപ്പോഴാണ് ഒരു കാര്യം അനാചാരമായി മാറുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാനുള്ള മാനദണ്ഡങ്ങൾ വിവരിക്കുന്ന ഇത്ര ബൃഹത്തായ ഒരു ഗ്രന്ഥം എൻ്റെ ശ്രദ്ധയിൽ വേറെ പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ ഗ്രന്ഥം അരിച്ചു പെറുക്കി വിശദീകരിച്ചുകൊണ്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കും സാധാരണക്കാരായ ആളുകൾക്കും ഉപകരിക്കുന്ന രൂപത്തിൽ ഈ ഗ്രന്ഥം ഒന്ന് വിശദീകരിക്കണമെന്ന് ആഗ്രഹിച്ചത്. അൽഹംദുലില്ലാ, അതിൻ്റെ പകുതി ഭാഗം വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ സാധിച്ചു. പലരും അതിനെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മുടെ വിവരണത്തെ കബളിപ്പിക്കാനും ജനങ്ങളുടെ മുമ്പിൽ വളച്ചൊടിച്ച് ജനങ്ങളെ ഇത് കേൾക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിക്കുകയും പല വാട്സപ്പ് ഗ്രൂപ്പുകളും അതിനായി ഉണ്ടാക്കുകയും ചെയ്തെങ്കിലും ബഹുമാനപ്പെട്ടവർ വിവരിച്ച ഓരോ വരികളും തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അടിവരയിടുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം എല്ലാവരും പത്തി മടക്കി മാളത്തിലൊളിച്ചത് എന്നതും കൂടി സാന്ദർഭികമായി ഉണർത്തുന്നു. എല്ലാ വിഷയങ്ങളെയും ശരിയായ നിലക്ക് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു മഹാന്മാരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.